ദയവ് ചെയ്ത് നിങ്ങൾ ഈ പാട്ട് പാടരുത്. എന്റെ ഓർമ്മകളിൽ എന്നും തങ്ങി നിൽക്കുന്ന ഒരു പാട്ടാണിത്. ഈ പാട്ടിന്റെ ഈണവും താളവുമാണ് എന്നെ ഞാനറിയാതെ നിങ്ങൾ കടിയറ വെച്ചത്. ആ കാലത്തെ പറ്റി നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കരുത്. ഒരു പെണ്ണിന്റെ ഹൃദയവികാരം മനസ്സിലാക്കാനുള്ള ദയവുണ്ടാകണം. മനസ്സിന്റെ വികാരം കൂടുതലായതുകൊണ്ട് ബുദ്ധിമോശം എനിക്കുണ്ടാവാം. പക്ഷേ ഞാൻ ഹൃദയമുള്ളവളാണെന്ന് മാത്രം വിചാരിക്കണം. എന്നെ പഴയതൊന്നും ഓർമ്മിപ്പിക്കരുത്. എന്നെ ഓർമ്മിപ്പിക്കരുത്. നീ ഇനി എന്ന് വരും എനിക്ക് തന്നെ അറിയില്ല. നീ ഇങ്ങനെ നിരാശപ്പെട്ടിട്ട് എന്താ കാര്യം? എനിക്കൊരു നിരാശയുമില്ല. ഏതായാലും കപ്പലിലെ ജോലി ഞാൻ കളയില്ല. ബോട്ട് വന്നു. ഞാൻ പറയാനുള്ളതെല്ലാം നിന്നോട് പറഞ്ഞു. ഇനി നിന്റെ ഇഷ്ടം. പൊന്നുമോനെ, ചക്കരമോനെ, തങ്കമോനെ, കൊച്ചു മുതലാളിയെ, മോൻ പുരുഷച്ചേട്ടനെ ചെറുക്കാന്ന് വിളിക്കോ? ഇല്ല. പുരുഷച്ചേട്ടന്റെ തലമുടിക്ക് പിടിച്ച് വലിക്കുമോ? ഇല്ല. മോൻ തള്ളയെത്ത ഒരു പെണ്ണിനെ വേണം സംബന്ധം ചെയ്യാൻ. അങ്ങനെ. പിന്നെ മോനെ, പുരുഷച്ചേട്ടൻ ഒരു പാട്ട് പാടട്ടോ? കൂക്കൂ തീവണ്ടി, കൂവി വിളിക്കും തീവണ്ടി, വെയിലത്തോടും തീവണ്ടി, കക്കര തിന്നും തീവണ്ടി, വെള്ളമൊഴിക്കും തീവണ്ടി, വെള്ളമൊഴിച്ചല്ലേ. കൂക്കൂ തീവണ്ടി, കൂവി വിളിക്കും തീവണ്ടി, മഴയത്തോടും തീവണ്ടി, വെയിലത്തോടും തീവണ്ടി. കണ്ടോ കണ്ടോ, ഇവന്റെ ഒരു നോട്ടം കണ്ടോ? അവൻ അച്ഛനെ നോക്കുകയാണ്. തങ്കമ്മേ, നിന്നെ വിവാഹം കഴിക്കുമ്പോഴുള്ള എൻ്റെ ഏക ആശ സ്നേഹിക്കാനൊരു സ്ത്രീയും സ്നേഹമുള്ള നിന്നിൽ നിന്ന് ശുശ്രൂഷ ഏറ്റുകൊണ്ട് ശാന്തമായ മരണവുമായിരുന്നു. ഇപ്പോഴെൻ്റെ ആഗ്രഹം എൻ്റെ മകന് പ്രായപൂർത്തിയാകുന്നത് വരെ ജീവിക്കണമെന്നാണ്. അതിനിടവരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. പൊന്നു മോനെ, നീ വേഗം ഒന്ന് വളർന്ന് വലുതാകടാ. നീ വളർന്ന് വലുതാകുന്നത് കാണാൻ അച്ഛന് വലിയ ആശയടാ മോനെ. വാടാ മോനെ, വാ. എന്താ പൊന്നു മോനല്ലേ? വേണ്ട. എന്തല്ല ശങ്കരപ്പിള്ള? ശങ്കരപ്പിള്ളക്ക് എന്റെ മോനെ പരിചയമില്ലേ? പിന്നില്ലയോ? ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയതാ. ഇവൻ ഒരിക്കലും അച്ഛന്റെ കീഴിൽ നിന്ന് മാറൂല. ഉറങ്ങുന്നത് പോലും എന്റെ കൂടെയാ. അച്ഛനോടുള്ള സ്നേഹം. എടോ, ഇനി ഈ ചെറുക്കൻ കിളവന്റെ മോൻ തന്നെയാണോടോ? കുഞ്ഞിന്റെ മട്ട് കണ്ടാൽ അങ്ങനെ തോന്നും. പക്ഷേങ്കിൽ ഈ പ്രായത്തില് കുട്ടികളെ അതൊക്കെ ഉണ്ടാവാം. ഇപ്പൊ പോരാത്തതിന് മരുന്നുകളൊക്കെ എന്തൊക്കെയാ ഉള്ളതെന്ന് എനിക്കറിയാമോ? താൻ കേട്ടിട്ടുണ്ടോ വാജീകരണം? മോനെ, ഇതാ മുട്ടായി. അപ്പൂന്ന് വാങ്ങിച്ചതാ, തിന്നോ.
അപ്പൊ ഇന്ന് വേലക്ക് പോയില്ലേ? പോയിട്ടെ. എന്റെ പണിയൊന്നും ഇല്ലയോ? പണിക്കെല്ലാം പറഞ്ഞെടുത്ത് ഇനി അപ്പുറ ചുമ്മതാ മോനെ. മോനെ രവി, അച്ഛൻ വിളിക്കുന്നു. രവി. മോനെ, അമ്മ കാത്തിരിക്കുകയാണ്. ആ അച്ഛനും മകനും കൂടി സന്ധ്യ കഴിയുന്നവരെ എവിടായിരുന്നു? ഞങ്ങൾ കാറ്റുകൊണ്ട് അങ്ങനെ നടന്നു അല്ലേ മോനെ? കുളിക്കണ്ടേ മോനെ? ആ ഞാൻ സൂത്രം തരാം. ആ ജെട്ടിയുടെ അടുത്തൊരു കടയില്ലേ, ആ കടയിൽ അപ്പൂപ്പൻ തന്നതാ. നീ എന്തിനാ വല്ലവരും തരുന്നതൊക്കെ വാങ്ങിക്കുന്നത്? ആ അപ്പൂപ്പന് എന്നെ വലിയ ഇഷ്ട. ഇനി മേലാൽ ഒന്നും വാങ്ങരുത്, അവിടെ പോവുകയും വരുത് കേട്ടോ. എന്തിനാമേ? ഒന്നുമില്ല മോനെ, നീ പോയി കുളിക്ക്. അമ്മമ്മയോട് പറ കുളിപ്പിക്കാൻ പോ. മോനെ, മോനെ, എടാ മോനെ, കായലിനടുത്തൊന്നും പോരുതേ. ഞാൻ കായലിന്റെ അടുത്തൊന്നും പോകലാച്ച, ഇവിടെ തന്നെ നിന്ന് കളിച്ചോളാം. മോൻ കായലിന്റെ അടുത്ത് പോരുത്, ഇവിടെ തന്നെ ഒന്ന് കളിക്കുന്നു കേട്ടോ. ജാനകിയോ? ജാനകിക്ക് എത്ര കുട്ടികളുണ്ട്? 3. മൂത്തത് എന്റെ അമ്മൂമ്മയുടെ കൂടെ. ഞങ്ങൾക്ക് ഒരു കുഞ്ഞേ ഉള്ളൂ. 5 കൊല്ലത്തിനകം 3 കുഞ്ഞുങ്ങൾ ജാനകിക്ക് കൂടുതലാ. ദൈവം തരുന്നതല്ലേ മുതലാളി, ഓരോരുത്തർ ഓരോ കുഞ്ഞുകാലി കാണാതെ കൊതിക്കുന്നു. എന്നാലും സന്താന നിയന്ത്രണം വേണം. ഞങ്ങൾ എങ്ങനെയാ? മുതലാളിക്ക് 1-2 കുട്ടികൾ ഉണ്ടായാലുണ്ട്. അതിനുള്ള എന്നാലും ഒന്ന് മതിയെന്നാ ഞങ്ങളുടെ തീരുമാനം. എന്നാ നിങ്ങൾ ചെല്ല. നാണൂന് എന്താ പണി? ഏത് വേലയ്ക്കും പോകും മുതൽ. ചിലപ്പോ ചുമടി നോക്കാൻ പോവും, പിന്നെ കൊച്ചി വരെ കെട്ടുവെള്ളത്തിലൊക്കെ പോവും. പണിയൊക്കെ കുറവാ മുതലാളി. നാണു എന്നെ വന്നൊന്ന് കാണും. മോനെ അജി, നമുക്ക് പോകാം. മോൻ ആര് തന്നെ പി പി? ആര് വന്നടാ? അണ്ണനോ? നമുക്ക് പാ. എനിക്ക് കൊടുക്കണോ? നിനക്ക് കൊടുക്കണോ? ഞാൻ പിടിച്ചോളാം. മോനെ, ഇനി അടുത്ത് വാ മോനെ. ഞാൻ വരില്ല, അമ്മ എന്നെ വഴക്ക് പറയും. എന്റെ അടുത്ത് വരുന്നതിന് അമ്മ വഴക്ക് പറയൂല മോനെ. പറയും. ഇന്നലെ മുട്ടായും കൊണ്ട് ചെന്നപ്പോ അമ്മ എന്നെ വഴക്ക് പറഞ്ഞു. അപ്പൂപ്പൻ വിളിച്ച പോരെന്നും പറഞ്ഞു. നീ വരും മോനെ, നീ വരും. ആരൊക്കെ എതിർത്താലും നീ അപ്പൂപ്പന്റെ അടുത്ത് വരും. വാ മോനെ, വാ. അപ്പൂപ്പൻ എന്തിനാ കരയണത്? മക്കളെ വന്നിട്ട് ഞാൻ വരില്ല പറഞ്ഞോണ്ടാണോ? അതെ. ഞാൻ വന്നില്ലെങ്കിൽ അപ്പൂപ്പൻ കരയുമോ? അപ്പൂപ്പന്റെ അടുത്ത് വന്നില്ലെങ്കിൽ അപ്പൂപ്പൻ കരയും. അതെന്തിനാ? നീ എന്റെ രക്തമാണ് മോനെ. രക്തം വെച്ചാ എന്താ? നീ എന്റെ മോന്റെ മോനാണ്. ഞാൻ അച്ഛന്റെ മകനാണ്. ഇല്ല മോനെ, നീ ദാമോദരൻ മുതലാളിയുടെ മകനല്ല,
നീ എന്റെ മകൻ ശിവരാമന്റെ മകനാ. നിന്റെ അച്ഛന് ഒന്ന് കപ്പലിലാണ് ജോലി. എന്റെ മോനെ വലുതാവുമ്പോ അപ്പൂപ്പന്റെ അടുത്ത് വരണം, അപ്പൂപ്പന്റെ കൂടെ താമസിക്കണം. അപ്പൂപ്പന് വേറെ ആരും ഇല്ല മോനെ. അച്ഛന്റെ മകനാ. മോനെ, മോന്റെ അച്ഛന്റെ കൊച്ചുനാളില് നിന്നെ പോലെ ഇരുന്നു, നിന്നെ പോലെ. അച്ഛനല്ലേ എന്റെ അച്ഛൻ? എന്റെ അച്ഛൻ ആരാ? ആര് പറഞ്ഞു മോനെ മോന്റെ അച്ഛൻ ഞാനല്ലെന്ന്? ആ കടയിൽ അപ്പൂപ്പൻ പറഞ്ഞു എന്റെ അച്ഛൻ കപ്പലിലാണെന്ന്. അതാണോ അച്ഛാ? മാമൻ എന്താ ചെയ്യണ? മാമൻ ആനയുടെ കാല് തിരുമുക. മോനെ, അച്ഛനെന്തേ? അച്ഛൻ മുറിയിലോട്ട് പോയി. അമ്മേ, നമ്മുടെ അച്ഛനല്ലേ എന്റെ അച്ഛൻ? എന്താണ് നീ പറഞ്ഞേ? കടയിൽ അപ്പൂപ്പൻ പറഞ്ഞു എന്റെ അച്ഛൻ കപ്പലിലാണെന്ന്. അമ്മ, കപ്പലിൽ പോയ അച്ഛനെ കാണാമോ? എന്താണ് നീ പറഞ്ഞേ? നീ പറയുമോ? നീ പറയുമോന്ന് പറയുമോടാ? കാപ്പി കുടിക്കാത്തെന്താ? എനിക്ക് നല്ല സുഖമില്ല. ഡോക്ടർ കാളയക്കട്ടെ? വേണ്ട. എന്താണ് ആലോചിക്കുന്നത്? ഒന്നുമില്ല, ഒരു വല്ലായ്മ. മോൻ വല്ലതും ചോദിച്ചോ? അവൻ എന്നോട് ചോദിച്ചത് തന്നെ നിന്നോടും ചോദിച്ചു അല്ലേ? ചോദിച്ചു. നീ അവനെ അടിച്ചു. എനിക്ക് ദേഷ്യം വന്നു. ദേഷ്യമല്ല, അവകാശബോധം. അവൻ എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് തല്ലാൻ തോന്നിയില്ല. നിന്നോട് ചോദിച്ചപ്പോൾ നീ അവനെ അടിച്ചു. അത്രയും വ്യത്യാസമുണ്ട് തങ്കമ്മേ. എന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോയെന്ന് തോന്നുന്നു. സാരമില്ല, സാരമില്ല. മോനെ, എനിക്ക് കൊച്ചി വരെ ഒന്ന് പോണം തക്കമ്മേ. 2-3 തവണ അയക്കുന്ന കയറ്റിന്റെ രൂപ കിട്ടുന്നില്ല. സുഖമില്ലാതിരിക്കുമ്പോൾ യാത്ര ചെയ്താലോ? സാരമില്ല, നമ്മുടെ ബോട്ടിലങ്ങ് പോവാം. ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരാം. ശരി, എന്നാൽ നീയും കൂടെ പോരെ. വെളുപ്പിന് പോവാം. എല്ലാരും കൂടെ പോയാൽ 2-3 ദിവസം താമസിക്കേണ്ടി വന്നാലും കുഴപ്പമൊന്നുമില്ല. ഒരു ഉല്ലാസ യാത്രയാവട്ടെ.